ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെസൈർ മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ വീട്ടിലെ പെരുന്നാൾ വിശേഷങ്ങളാണ്. വിശേഷങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. ആഘോഷങ്ങളില്ല, പുതിയ ഡ്രസ്സ്, മൈലാഞ്ചി, ബന്ധുവീട്ടുകളിലെ സന്ദർശനം, ഇതൊന്നും തന്നെയില്ല. ഞങ്ങളിലെ പലരും കോവിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഞങ്ങളിലെ പലരുടെയും വിയോഗം, ഇതെല്ലാം കൊണ്ടും വെല്ലാം വേണ്ടെന്ന് വെച്ചു. കോവിഡ് എന്ന മഹാമാരി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മുക്തരാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം പുറത്തിറങ്ങി വൈറസ് വരുന്നതിനുള്ള അവസരം ഉണ്ടാക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. പെരുന്നാളിനുണ്ടാക്കിയ മലബാർ ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയും അത് തയ്യാറാക്കുമ്പോഴുണ്ടായ രസകരമായ കാഴ്ചയുമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായി ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി മസാല തയ്യാറാക്കുന്നതിനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഇവിടെ 200 ഗ്രാം എണ്ണയാണ് ഒഴിക്കുന്നത്. 4 കിലോ ഇറച്ചിയാണ് മസാലയ്ക്കായി ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനായി ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 4 കിലോ ഇറച്ചിക്ക് 4 കിലോ അരിയാണ് വേണ്ടുന്നത്. ഇത് തയ്യാറാക്കുന്നത് എൻ്റെ ഇക്കായും മാപ്ചായും കൂടിയാണ് കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഇടുക. കറുവപ്പട്ട, ജീരകം, ഏലക്ക, സ്റ്റാർ, ഗ്രാമ്പു ഇതെല്ലാം കൂടി ചെറിയ അളവിലിടുക. മസാല മൂക്കുമ്പോഴുള്ള മണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടണം. കൂടെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഴിയിറച്ചി അതിലേക്കിടുക. ഞങ്ങളിവിടെ മസാലയ്ക്കായിട്ട് 4 കിലോ കോഴിയിറച്ചിയാണ് ഉപയോഗിക്കുന്നത്. അത് ബിരിയാണി സൈസിന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക. ഞങ്ങളിവിടെ തലേ ദിവസം തന്നെ ഇറച്ചിയൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിരുന്നു. ഞങ്ങളുടെ സ്ഥലമെല്ലാം കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. ഒന്ന് വാങ്ങിക്കാനായി പുറത്തെങ്ങും പോകാൻ പറ്റില്ല. എല്ലാ വഴികളും അടച്ചിട്ടിരിക്കുകയാണ്. ഇറച്ചിയെല്ലാം ഒന്ന് വേവത്തക്ക രീതിയിൽ പാത്രത്തിൽ നല്ല രീതിയിൽ ചിക്കി വയ്ക്കണം. അടുത്തത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്കിടുക. ഇറച്ചിയുടെ മുകളിലായി ലെയർ പോലെ സവാള അരിഞ്ഞത് ഇടണം. ഇവിടെ 4 കിലോ ഇറച്ചിക്ക് 2 കിലോ സവാളയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അത് കനം കുറച്ച് നല്ല രീതിയിൽ എടുത്തിരിക്കണം. അടുത്തത് സവാള ഒന്ന് ചെറുതായി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ തക്കാളി സവാള ഇട്ടതിന് മുകളിലായി ഇടുക. ഇവിടെ 4 കിലോ കോഴിയിറച്ചിക്കായി ഞങ്ങൾ എടുത്തത് 1 കിലോ തക്കാളിയാണ്. അത് നന്നായി കഴുകി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 കിലോ മസാല ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ ഇത് പുറത്താണ് അതിനു വേണ്ടിയിട്ടുള്ള അടുപ്പ് തയ്യാറാക്കിയത്. ഈ സമയത്ത് ഇടയ്ക്കിടെ കാർമേഘങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ചെറിയ മഴയൊക്കെ ചാറുന്നുണ്ട്. തക്കാളി ഇട്ടതിന് ശേഷം അടുത്തത് ചതച്ച പച്ചമുളക് ഇടണം. ഇതിനായി ഏകദേശം 100 ഗ്രാം പച്ചമുളക് കഴുകി ചതച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മസാലയിലേക്ക് നമ്മൾ മറ്റു മുളക് പൊടി ഒന്നും ചേർക്കില്ല. അതിന് പകരമായിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അടുത്തത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. കല്ലുപ്പിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തത് അല്പം തൈര് ഒഴിക്കണം. ഏകദേശം 400 ഗ്രാം തൈര് ഇതിനായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് മുകളിലായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതിടണം. ഇവിടെ ഞങ്ങൾ 4 ടേബിൾ സ്പൂൺ പേസ്റ്റാണ് ഇത്രയും മസാലയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് തൈരിന് മുകളിലായി ലെയർ പോലെ തന്നെ ഇതും ഇടണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മസാലയുടെ ആ സ്മെല്ല് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം. ഞങ്ങൾ ഇതിലേക്ക് 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അടുത്തത് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇടുക. ഇതിന് മറ്റു മുളക് പൊടിയൊന്നും ഉപയോഗിക്കത്തില്ല. പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചെക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. ഇതിലേക്ക് 1 ലിറ്റർ ചൂടാക്കിയ വെള്ളം ഒഴിക്കണം. ഞാനിത് വീഡിയോയിൽ എടുത്തിട്ടില്ല, അത് സ്കിപ്പായിപ്പോയി. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഇറച്ചിയിലേക്ക് വെള്ളമുണ്ടല്ലോ, അങ്ങനെ വെള്ളം കൂടി മസാല പരുവത്തിന് കിട്ടില്ല. എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഏകദേശം 30 മിനിറ്റ് വേവാനായി വെക്കുക. ചിക്കൻ പെട്ടെന്ന് വെന്തുകൊള്ളും. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തുറന്നപ്പോഴുള്ള മണം മസാലയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് എന്തൊരു മണമാ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണം.
എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം എരിയും ഉപ്പും ഒന്നുകൂടി ചെക്ക് ചെയ്ത് അടുപ്പ് അണയ്ക്കുക. അടുത്തത് ബിരിയാണിക്ക് ആവശ്യമായ സവാള വറക്കണം. കനം കുറച്ചരിഞ്ഞ സവാള എണ്ണയിലോ നെയ്യിലോ വറക്കാവുന്നതാണ്. ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വറുത്തെടുത്ത് അതിൻ്റെ കൂടെ തന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി വറുത്ത് വയ്ക്കണം. ഇനി അടുത്തത് ബിരിയാണി ചോറിൻ്റെ തയ്യാറെടുപ്പാണ്. മസാല തയ്യാറാക്കിയ അതേ അടുപ്പിൽ തന്നെ അരി വേവിക്കുന്നതിനുള്ള വെള്ളം വെച്ചേക്കുക. ഇവിടെ ഏകദേശം 4 കിലോ അരിക്കുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം എണ്ണയൊഴിക്കണം. ഏതെങ്കിലും മതി, കാരണം ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതിലേക്ക് ഏലയ്ക്ക, കുരുമുളക്, കറുവപ്പട്ട, സ്റ്റാർ, ലീഫ്, ജാതിപത്രി, ജാതിക്ക, ഗ്രാമ്പു എന്നിവയെല്ലാം കൂടി വെള്ളത്തിലിടണം. അതിലേക്ക് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും കഴുകി വച്ചിരിക്കുന്ന അരി ഇടുക. എന്നിട്ട് നന്നായി ഇളക്കണം. അരി നല്ലതുപോലെ ഒരു 30 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണം കഴുകിയെടുക്കേണ്ടത്. അപ്പോൾ കൂടുതൽ സമയമെടുക്കത്തില്ല വേവിക്കുന്നതിന്. ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യ ഗേറ്റ് എന്ന അരിയാണ്. ഏത് ബിരിയാണി അരി വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. പടച്ചോനെ, കാർമേഘം വല്ലാതെ വരുന്നുണ്ട്. മഴ ചെറുതായി വീഴുന്നുണ്ടല്ലോ. എന്തായാലും അടച്ചു കുറച്ച് നേരം വെക്കണം. അപ്പോഴേക്കും തിളയ്ക്കും. ഇതിനിടയിൽ പരുവം കൂടി നോക്കണം. ഒരു 3/4 വേവ് മതി. അല്ലാ, പാളി ദാ മഴ പെയ്യുന്നു. അരി ഈ ഒരു പരുവത്തിന് എങ്ങോട്ടും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത് കിടന്ന ഒരു ഷീറ്റ് എടുത്ത് മുകളിൽ പിടിച്ചു. നല്ല മഴയായി, ഒരു രക്ഷയുമില്ല. പാവം 2 പേര് നനഞ്ഞെന്ന് കൊണ്ട് ചെയ്യുന്ന കണ്ടില്ലേ. മഴയാണെങ്കിലോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല മഴ. അങ്ങനെ മലബാർ ദം ബിരിയാണിയുടെ മഴബാർ ദം ബിരിയാണി ആയിക്കൊണ്ടിരിക്കുക. പാവങ്ങളുടെ ഒരു കഷ്ടപ്പാട് നോക്ക്. തുടക്കത്തിലേ ഉമ്മ പറഞ്ഞതാ മഴ പെയ്യും, അകത്തെവിടെയെങ്കിലും ചെയ്യാമെന്ന്. 2 പേരും കൂടി കേൾക്കാതെ ചെയ്തതാ. ഇനി ഇത് വേറൊരു അടുപ്പിലേക്ക് മാറ്റാനും പറ്റത്തില്ല. മാറ്റിയ അരിയുടെ വേവിൽ വ്യത്യാസം വരും. അതിനാൽ അടുപ്പിന് മുകളിൽ ടിൻ ഷീറ്റ് പിടിച്ചാണ് 2 പേരും നിൽക്കുന്നത്, മഴയൊന്നും കൂട്ടാക്കാതെ. അടുപ്പിലേക്ക് വെള്ളം ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ലതുപോലെ വിറക് കത്തുന്നതിനാൽ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി മഴ കൂടി ചേർന്നപ്പോഴേക്കും മലബാർ ബിരിയാണി മഴബാർ ബിരിയാണിയായി. ഇത്രയും ശക്തമായ മഴയിലും അവരാ അരി പരുവത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് മസാല റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഊറ്റിയെടുത്ത ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കണം. ഇവിടെ 2 ലെയറായിട്ടാണ് ഞങ്ങൾ ചോറിട്ട് തയ്യാറാക്കിയത്. നല്ലതുപോലെ മസാലയ്ക്ക് മുകളിൽ ബിരിയാണി റൈസ് ഇടണം. ചോറ് നല്ലതുപോലെ വെള്ളം തോർന്നതിന് ശേഷം മാത്രമേ മസാലയ്ക്ക് മുകളിൽ ഇടാവൂ. അല്ലെങ്കിൽ മസാലയിലേക്ക് കഞ്ഞിവെള്ളം ഇറങ്ങി റൈസ് മിക്സ് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകും. അതിന് മുകളിലായി നെയ്യ് ഒഴിക്കണം. ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒഴിക്കണം. ഇവിടെ ഞങ്ങൾ മിൽമയുടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് അതിലേക്ക് അല്പം ബിരിയാണി എസൻസ് ഒഴിക്കുക. കൂടിപ്പോകരുത്. ഇനി ബിരിയാണി എസൻസ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം പൈനാപ്പിൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. അടുത്തത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്കിടണം. ക്യാരറ്റ് വേവിക്കാതെ തന്നെ ഇടാം. ചിലർ എണ്ണയിൽ മൂപ്പിച്ചിടാറുണ്ട്. ഒരു വലിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞാൽ മതിയാകും. അടുത്തത് ഡാൽഡ ഒഴിക്കണം. ഡാൽഡ പാക്കറ്റോടെ ചൂടുവെള്ളത്തിലിട്ട് ഉരുക്കി എല്ലായിടവും എത്തത്തക്ക രീതിയിൽ ഒഴിക്കണം. ഞങ്ങൾ ഒരു ചെറിയ പാക്കറ്റ് ഡാൽഡയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചൊഴിച്ചാൽ മതി, കൊളസ്ട്രോൾ കൂട്ടണ്ടല്ലോ. അടുത്തത് എടുത്തു വച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇടണം. പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞ് ഇതിന് മുകളിലായി ഇടുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും മുകളിലിടുക. വെള്ളത്തിൽ വെച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഇല ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇടുക. അടുത്തത് എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും മുകളിലായി വിതരണം. മുകളിലൂടെ അല്പം കൂടി ബിരിയാണി എസൻസ് ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കുക. ഇനി അടപ്പിന് മുകളിലായി അല്പം കനലിട്ടതിന് ശേഷം അടുപ്പിൽ ചെറിയ ചൂടിൽ വെക്കുക. താഴെയും കനൽ മാത്രം മതി. ഒന്നുകിൽ അടുപ്പിന് മുകളിലായി എന്തെങ്കിലും വെയിറ്റുള്ള വസ്തു വെക്കുക, അല്ലെങ്കിൽ മൈദ ഉപയോഗിച്ച് 4 വശവും ഒട്ടിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു 30 മിനിറ്റോളം അടുപ്പിൽ വെക്കുക. ഇനി നമ്മുടെ മലബാർ ചിക്കൻ ബിരിയാണിയുടെ അടപ്പ് തുറക്കാൻ പോവുകയാണ്. ആഹാ, എന്താ മണം! മഴയൊക്കെ അതിജീവിച്ച് വളരെ വിജയകരമായി തന്നെ നല്ല കിടിലൻ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിരിക്കുകയാണ്.
അപ്പോൾ ഞങ്ങളുടെ മലബാർ ചിക്കൻ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്യണം. കഴിവതും മഴയത്ത് തന്നെ ചെയ്യണം. അപ്പോൾ ടേസ്റ്റ് കൂടുന്നതായിരിക്കും. മലബാർ ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ മലബാർ ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് ഷീസായർ മീഡിയ.